PMA ഗഫൂർ എന്ന മനുഷ്യൻ്റെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ 15 മിനിറ്റ് സദസ്സിന് നൽകണമെന്നാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏതാണ്ട് 15 മിനിറ്റിലധികം സദസ്സിന് തരാൻ തീരുമാനിക്കുകയാണ്. ഇനി സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് PMA ഗഫൂർ എന്ന ഈ വലിയ മനുഷ്യനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വലിയ മനുഷ്യൻ അല്ല, പിന്തുടരപ്പെടാൻ പറ്റിയൊരു മനുഷ്യനും അല്ല, പിന്തുടരപ്പെടാൻ പറ്റിയ ഒരു മനുഷ്യനേ അല്ല. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. എനിക്ക് ലിസണേഴ്സ് മതി, ഫോളോവേഴ്സ് വേണ്ട. യൂട്യൂബിലെ വാക്കുകൾ ഫോളോവേഴ്സാണ്. കാരണം ഇപ്പം നമ്മളെ ഒരാൾ കേൾക്കുമ്പോൾ അയാൾ ജീവിക്കുന്ന അത് അയാളുടെ ജീവിതമാണ്, ഞാൻ പറയണത് എൻ്റെ ബോധ്യവും. അയാളുടെ ജീവിതം എങ്ങനെയാണ് എൻ്റെ ബോധ്യത്തിന് ആപ്റ്റാവുക? എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ ജീവിതം വേറൊരാളുടെ ബോധ്യത്തിനനുസരിച്ച് എനിക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇനി സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ വരുന്നില്ല. ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കണേ. ഹലോ 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 താങ്കളുടെ മുൻപ് ഞാൻ കണ്ട ഒരു വീഡിയോയിൽ താങ്കൾ പറയുന്നുണ്ട്, സൗഹൃദമാണ് രസം, പ്രണയം ചെറിയ ലോകമാണ്, അത്ര വിശാലമല്ല. ഇത് ഇന്നത്തെ പുതുതലമുറയോട് താങ്കൾ ധൈര്യപൂർവം പറയാൻ ഉദ്ദേശിച്ച വാക്കുകളാണോ? എൻ്റെ ചോദ്യം, പ്രണയവും സൗഹൃദവും ഈ രണ്ടവസ്ഥകളെ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാനീ പറയണതൊക്കെ എൻ്റെ ബോധ്യങ്ങളാണ് കേട്ടോ. സാറിനോട് നേരത്തെ പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ ബോധ്യങ്ങളല്ല. നിങ്ങളുടെ ബോധ്യം വേറെ, എൻ്റെ ബോധ്യം വേറെ. എൻ്റെ ബോധ്യങ്ങൾ ഇങ്ങനെയാണ്. പ്രണയം നമ്മുടെ ഊർജം മുഴുവനും ഊറ്റിയെടുക്കേണ്ട കാര്യമല്ല, നമ്മൾ ഉദാരമായി കൊടുക്കും. പക്ഷെ സൗഹൃദം നമ്മുടെ ഉന്മാദങ്ങൾക്ക് ചിറക് വെച്ച് തരും. അതാണ് എൻ്റെ അനുഭവം. പ്രണയം നമ്മുടെ ഊർജം മുഴുവനും ഊറ്റിയെടുക്കുമെന്നോ, സൗഹൃദം നമ്മുടെ ഉന്മാദങ്ങൾക്ക് ചിറക് വെച്ച് തരുന്നു. മലയാളത്തിലുണ്ടായ ഏറ്റവും നല്ല പ്രണയത്തെക്കുറിച്ച് ഏറ്റവും ഭംഗിയായി എഴുതിയിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത്, കാഞ്ചന മൊയ്തീൻ. പിന്നീട് അത് സിനിമയായി, അങ്ങനെ പലതും ആയെങ്കിലും അതിൻ്റെയൊക്കെ സോഴ്സ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ എഴുത്താണ് പിന്നീട് പല ആളുകൾ പല രീതിയിൽ അതിനെ ആവിഷ്കരിച്ചത്, അല്ലേ? അതാ. അടുത്ത ചോദ്യം. എൻ്റെ പേര് ആഷിഖ്. മുഹമ്മദ് സാദിഖ് നേരത്തെ ഇവിടെ പുതുതലമുറയുടെ നിലപാടെന്ന പേരിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ചല്ലോ, ഏതൊരു വ്യക്തി എഴുതിയെന്ന് പറഞ്ഞ്. ആ നിലപാടുകളുള്ള ഒരു സമൂഹം ഇവിടെ ഒരു 20 വർഷമോ 30 വർഷമോ കഴിഞ്ഞ് വരികയാണെങ്കിൽ, ഒരു ഭൂരിപക്ഷം ആ നിലപാടുകളുള്ള ഈ ന്യൂ ജനറേഷൻ വരികയാണെങ്കിൽ, ഈ സൊസൈറ്റിയുടെ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? അതിൽ കുറച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, നിങ്ങൾ വായിച്ചു, 3-4 നിലപാടുകൾ വായിച്ചല്ലോ. ആ ഒരു കാഴ്ചപ്പാടുള്ള ജീവിതത്തിൽ പകർത്തിയ ഒരു തലമുറ ഇവിടെ 20 വർഷം കഴിയുമ്പോൾ അവർ മെച്യൂറായിട്ടുണ്ടാവും, വലുതായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സൊസൈറ്റി ഇവിടെ രൂപപ്പെടുകയാണ്. ഞാൻ ഇന്ത്യ പറയുന്നില്ല, കേരളത്തിൽ ആ സൊസൈറ്റി എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനോട് കാണുക? ഇപ്പം നിങ്ങൾ കുറേ മൂല്യങ്ങൾ പറയുന്നുണ്ടായി, അതിനോട് യോജിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങളൊന്നും കമൻറ്റ് ചെയ്തില്ല. അതിനോട് യോജിക്കുന്നുണ്ടോ? അതോ അങ്ങനത്തെ നിലപാടുള്ള തലമുറ ഇവിടെ വളർന്നു വരുന്നത്, അങ്ങനത്തെ ഒരു ജീവിതം ഇവിടെ കേരളത്തിൽ രൂപപ്പെടുന്നത്, ആരോഗ്യകരമായ ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുക? ഇപ്പം നമ്മുടെ കുടുംബ ഭദ്രത, കുടുംബജീവിതം, പ്രായമായുള്ള കുറേ വാല്യൂസ് ഉണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്കറിയാം, ഇങ്ങനെയുള്ള നിലപാടുള്ള പാശ്ചാത്യ സമൂഹം എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തണമെന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. എന്നോടാണോ ചോദ്യം? ചോദ്യം ക്ലിയർ ആയിരുന്നില്ല. ചോദ്യം ഇതാണ്, പുതുതലമുറയെക്കുറിച്ച് ഞാൻ നേരത്തെ റാമോൻ പാലത്തിനെ കോട്ട് ചെയ്തൊരു സാധനം വായിച്ചിരുന്നു. പുതുതലമുറയെക്കുറിച്ച് മുതിർന്ന തലമുറക്കുള്ള കുറേ ആരോപണങ്ങൾ, അതിനെക്കുറിച്ചുള്ള നമ്മൾ പറഞ്ഞിരുന്നല്ലേ. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കുറേ ഏരിയകളുണ്ട് തീർച്ചയായിട്ടും. അതെല്ലാ തലമുറയിലും ഉണ്ടാവും. കാരണം അവർ ജീവിതം പഠിക്കുന്നേ ഉള്ളൂ, ജീവിതം പഠിച്ചു വരുന്നവരാ. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മുടെ അനുഭവം അങ്ങനെ, പിന്നെ ഈ പറയുന്ന അത്ര ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റിയൊരു തലമുറയുടെ നമുക്ക് തോന്നിയിട്ടില്ല.
ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, വളരെ പേഴ്സണലായൊരു ഉദാഹരണം പറയാം. നമ്മുടെ മോന് പിന്നെ കുറേ കാലം ഒരു CBSE സ്കൂളിലായിരുന്നു. അപ്പോൾ അവൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രം കാണുന്ന ഒരു സ്കൂളായിരുന്നു. അതിൻ്റെ അപകടം പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ അവനെ ഒരു പൊതുവിദ്യാലയത്തിലേക്ക് മാറ്റി, 5ാം ക്ലാസ്സിലേക്ക് മാറ്റി. ആ സമയത്ത് എല്ലാ ദിവസവും ഇവന് ഓട്ടോറിക്ഷയിലാണ് പോവുക. ചില ദിവസം ഓട്ടോറിക്ഷ മിസ്സാവും. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ വണ്ടി സ്കൂളിന് അടുത്തെത്തുമ്പോഴേ, ഗേറ്റിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് മതിലെത്തുമ്പോഴേ ഇവന് പറയും ഇവിടെ വണ്ടി നിർത്തൂ എന്ന് പറയും. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവൻ പറയും വണ്ടി അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ് അവൻ്റെ വാശി. അവൻ പറയണത് അത് പാടില്ല എന്നാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടും. അപ്പോൾ ഒരു ദിവസം നമ്മൾ സ്കൂളിലേക്ക് നോക്കിയപ്പോഴേ അവിടെ ധാരാളം കാറുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഇങ്ങനെ കാറുകളുണ്ടല്ലോ, നമ്മുടെ കാർ അതിനകത്തേക്ക് കൊണ്ടുപോയാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴാണ് അവനതിൻ്റെ ശരിക്കുള്ള കാരണം പറഞ്ഞത്. അവൻ പറഞ്ഞു, അബ്ബാ, ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ടില്ലാത്ത വീട്ടിലെ കുട്ടികളാണ് എൻ്റെ കൂടെ പഠിക്കുന്നത്. അവർക്ക് നമ്മുടെ കാറൊക്കെ കണ്ടാൽ സങ്കടമാവും അബ്ബാ. എനിക്ക് അപ്പം മനസ്സിലായത് എന്താണെന്നറിയോ, അവൻ നേരത്തെ പഠിക്കുന്ന സ്കൂളിലാണ് ഇപ്പോഴും പഠിക്കണമെങ്കിൽ നമ്മുടെ കാറൊന്നും അത്ര പോരാന്നാണ് അവൻ പറയുക. ഇപ്പം അവന് മനസ്സിലായി, ഞാൻ കാണുന്ന പുതിയ തലമുറയാണത്. എന്നേക്കാൾ എമ്പതിയുള്ള ഒരു വലിയ മനുഷ്യൻ ആണ് ആ 13 വയസ്സുള്ള ആള്. എങ്ങനെ ആ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുക? അവരെ കറക്റ്റ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നമ്മളതിന് പറ്റിയ മാതൃകകളാണോ? അപ്പം കറക്റ്റ് ചെയ്യേണ്ടത് അവരെ മാത്രമാണോ? അടുത്ത ചോദ്യം. നേരത്തെ സാറ് നൽകിയ ഒരു മറുപടിയിൽ അമ്മ അല്ലെങ്കിൽ അമ്മമ്മ, എൻ്റെ ആഗ്രഹം ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചുമകൾ വിവാഹിതയായി കാണണം എന്ന ആഗ്രഹമാണ് പലരും പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞു. താങ്കൾ അതിന് ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ ആയി വരുന്നതാണ് അഭികാമ്യം എന്നും പറഞ്ഞു. ഈ ശമ്പളം വാങ്ങുന്ന വനിതകളിൽ ഭൂരിഭാഗവും ഇരട്ടി ജോലി ചെയ്യുന്നവരും അവരിങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്നവരുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശമ്പളം കൊണ്ട് മാത്രം സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുകയില്ല. അതിന് മറ്റ് ധാരാളം ഘടകങ്ങൾ കൂടി വേണം. അപ്പോൾ താങ്കൾ നൽകിയ ആ മറുപടി അത് ഒരു പരിമിത വൃത്തത്തെ മാത്രമാണ് അടയാളപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതായിരുന്നു, ജോലിക്കാരി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അയാൾക്ക് അയാളാകാൻ, അയാൾ ഈ ലോകത്തേക്ക് വന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ലല്ലോ. അയാളുടെ ഉള്ളിൽ എന്തോ ഒരു അത്ഭുതം ഇല്ലേ, അല്ലേ? ആ അത്ഭുതത്തെ തിരിച്ചറിയാൻ അയാൾക്ക് പറ്റണ്ടേ? അയാൾ അടുക്കളയിലെ ജോലിക്കാരിയായിട്ട് മാത്രം ഈ ഭൂമിയിലേക്ക് വന്നതാണോ? അയാൾ വേറെ എന്തൊക്കെ ആകേണ്ട ഒരാളാണ്, എന്തെല്ലാം ഷെയ്ഡ്സ് ഉള്ള ഒരാളാണ് അയാൾ. അതിലേക്കൊക്കെ അയാൾക്ക് എത്താൻ പറ്റണ്ടേ എന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പലപ്പോഴും കല്യാണങ്ങൾ നടക്കും. കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയാം, ഒരിക്കലും വിശ്വസിക്കരുത്, ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചു പോയതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന എത്ര പേരെ വേണമെങ്കിലും നമ്മൾ കാണിച്ചു തരാം. വിശ്വസിക്കാം. 2 ട്രാക്ക് ഉണ്ടെങ്കിൽ, ഒന്നുകിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ആ വീട്ടിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത്രയും നമുക്ക് ബോധ്യമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. നിങ്ങളാവുക. ഞാനാവുന്നു, ഇദ്ദേഹം ആവുന്നു. ആണ് പെണ്ണ് എന്നുള്ളതല്ല. ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതുന്നത് ഒരു വരയും മുകളിലൊരു കുത്തുമാണല്ലോ കൊടുക്കുക. ഒരു വരയും മുകളിലൊരു കുത്തും, അല്ലേ? അത് തിരിച്ചിട്ടല്ലോ എക്സ്ക്ലമേഷൻ അല്ലേ? ഓരോ ഐയുടെ ഉള്ളിലും, ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലും ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു അത്ഭുതമുണ്ട്. അത് തിരിച്ചറിയുക. അത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ സാർ. അവിടെ ഒരു സ്ത്രീ കൈ ഉയർത്തുന്നുണ്ട്, മൈക്കൊന്ന് കൊടുക്കും. ആ ക്യാമറയുടെ പിറകില്. ചോദ്യം ചുരുക്കുക, 4 മിനിറ്റ് കൂടി അവശേഷിക്കുന്നുള്ളൂ. ഒരാളെ പ്രചോദിപ്പിക്കാൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സ്വന്തം അനുഭവങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. ആ അനുഭവവേദ്യമായ കാര്യങ്ങൾ വിവരിച്ചാൽ മാത്രമേ മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ
പിന്നെ ഇപ്പോൾ സാധാരണ നമ്മൾ മഹാത്മജിയുടെ ജീവിതം അതുപോലെ ഉന്നതരായ ആളുകൾ കടന്നുപോയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് അല്ലെങ്കിൽ പ്രചോദിപ്പിക്കാറുണ്ട്. ഇല്ല, ആ ചോദ്യം ഞാൻ ചോദിച്ചത് അതിന് വിശദമായി മറുപടി അതല്ല, പറയാം. അതിന്റെ മറുപടിയിലെ ഒരു വൈരുദ്ധ്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മറുപടിയിൽ പറഞ്ഞത് ഇപ്പോൾ പിന്നെ അബ്ദുൾ തമാഷയുടെ പിന്നെ മകന്റെ മരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ ഒരാളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മാത്രമേ മറ്റാളെ പ്രചോദിപ്പിക്കാൻ കഴിയുള്ളൂ. സംഭവങ്ങളോ മറ്റു കഥകളോ പറഞ്ഞ് പ്രചോദിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, പുരാണങ്ങൾ, മതഗ്രന്ഥങ്ങളൊക്കെ മറ്റ് പ്രവാചകന്മാരുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരാളെ പ്രചോദിപ്പിക്കാൻ സ്വന്തം അനുഭവങ്ങൾ മാത്രം കൊണ്ടേ കഴിയുള്ളൂ, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്നതിനോട് പൂർണ്ണമായി യോജിക്കാൻ പറ്റുന്നില്ല. അത് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? സാറിന് എന്നോട് യോജിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഓരോ മനുഷ്യനും ഓരോ ബോധ്യങ്ങളാണ്. ഇപ്പോൾ സാറ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് വിയോജിക്കാൻ കഴിയില്ല. ആ വിയോജിപ്പ് എത്ര മാന്യമായി വിയോജിക്കാൻ കഴിയുന്നു എന്ന് മാത്രമേ നമ്മൾ അന്വേഷിക്കേണ്ടത് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയുള്ളൂ. ഒരാളോട് നമുക്ക് വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ എത്ര മാന്യമായി വിയോജിക്കാൻ കഴിയും എന്നതാണ് അന്വേഷിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബോധ്യം ഇതാണ്, സ്വന്തം അനുഭവങ്ങളുടെ തീക്ഷ്ണമായ വെയിലിലൂടെ കടന്നുപോയൊരു മനുഷ്യന് മാത്രമേ അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ ആവേശഭരിതനാക്കാനോ അതിലൂടെ കടന്നു പോകാൻ സഹായിക്കാനോ കഴിയുമെന്നാണ് എൻ്റെ ബോധ്യം. അവസാനത്തെ ചോദ്യം, ആ ക്യാമറയുടെ പിന്നിലിരുന്ന് ഒരു ചോദിച്ചോളൂ. സാർ, എൻ്റെ പേര് റുക്കിയ ടീച്ചർ. എനിക്ക് 68ഓളം വയസ്സ് പ്രായമുണ്ട്. സാറ് ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞു, അത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ, ഞാനൊരു പാലിയേറ്റീവ് വൾണ്ടറും കൂടിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നല്ലപോലെ സമൂഹത്തിനോട് പ്രതിപത്തിയുള്ളവരാണ്. എങ്കിലും സാറ് പറഞ്ഞത് പണ്ട് കാലത്ത് അത്രമാത്രം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കളുടെ അനുഭവമായിരിക്കാം. എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ പണ്ട് കാലത്തും, അതായത് എൻ്റെ ചെറുപ്പകാലങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒന്ന് അറിയിക്കുകയാണ്. താങ്ക് യു. ഉത്തരമാണോ? അല്ല, അതിനുത്തരമില്ല. അത് സർ അവർ അതിനോട് യോജിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നില്ല. കൺക്ലൂഡ് ചെയ്യാൻ PMA ഗഫൂറിനെ തന്നെ ക്ഷണിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിലായിരുന്നു പുറത്ത്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതായിരുന്നു. അവർ നമ്മളെ ഹോട്ടലിലേക്കൊന്നും കൊണ്ടുപോയില്ല. ഓരോ വീടുകളിൽ പോയിട്ട് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇന്നലെ രാവിലെ ഭക്ഷണം കഴിച്ചത് ഒരു വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ 4 ആളുകൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ സമയം തൊണ്ടയിലൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പം അവിടുത്തെ അമ്മ എന്നോട് ചോദിച്ചു, ചുക്കാപ്പി വേണമെന്ന്. ഞാൻ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഇവിടെ ചുക്കാപ്പി ഉണ്ടോ? എന്നാൽ വേണം. അങ്ങനെ അവർ ചൂടുള്ള ചുക്കാപ്പി കൊണ്ടുവരുന്നു. ഞാൻ ആലോചിച്ചത്, ഒരു ഹോട്ടലിലാണ് പോയതെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഹോട്ടലിലെ മുതലാളി വന്നിട്ട് എന്നോട് ചോദിക്കില്ലല്ലോ ചുക്കാപ്പി വേണമെന്ന്. എന്തിനാണ് മനുഷ്യന്മാർ, എന്തിനാണ് ബന്ധങ്ങൾ? ജീവിതം മധുരമുള്ളതാക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ 96 എന്ന സിനിമയിൽ മറ്റേ വിജയ് സേതുപതിയെ കാണിക്കുന്ന സമയത്തൊരു പാട്ടുണ്ടല്ലോ, കരയിൽ വന്ന പിറകെ പിടിക്കതു കടലൈ, നരയു വന്ന പിറകെ പുരിയതു ഉലകൈ. കരയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കടലിനെ മനസ്സിലായത്. നര വന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ജീവിതത്തോട് കുറച്ചുകൂടെ സ്നേഹം തോന്നുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മ പോയി, വാപ്പ പോയി, കക്ക പോയി, അങ്ങനെ പലരും പോയി. ഇപ്പം അവരെക്കുറിച്ചൊക്കെ എപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ മോനോട് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ 3 ആളുകൾ ഇരിക്കുന്ന സമയത്ത്, അപ്പം ഞാൻ ആ ഓർമ്മകൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു 13 വയസ്സുള്ള കൈ എൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് എന്നെ ഇങ്ങനെ തലോടും.
നമ്മൾ പറഞ്ഞിട്ടില്ല അവനോട് അങ്ങനെ ചെയ്യണം എന്ന്, പക്ഷേ അവന് മനസ്സിലായി ആ ഓർമ്മകൾ പറയുമ്പോൾ നമ്മൾ പൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് മനുഷ്യന്മാർ? ഇതിനാണ് മനുഷ്യന്മാർ. ഇവിടെ ഇപ്പോൾ വന്നത് എം മുകുന്ദനാണ്, മലയാളം കണ്ട ഏറ്റവും പ്രതിപാദനനായ എഴുത്തുകാരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്, ദേവദാരുക്കൾ. പണ്ട് മാതൃഭൂമിയുടെ ഒരു ഓണപ്പതിപ്പിൽ വന്നതാ. അതിൽ ഒരാളുണ്ട്, അയാൾ മറ്റുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇതാ ചെയ്യുക, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന അമ്മ അയാളോട് തിരിച്ചു ചോദിക്കുക, എടോ നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ, മറ്റുള്ളവരുടെ കാര്യം മാത്രമേ ഉള്ളൂ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അതെന്താണെന്നറിയോ അമ്മേ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഈ മനസ്സില്ലേ, ഇതെനിക്കൊന്ന് നിലനിർത്തി തരണേ. താങ്ക് യു.